നിങ്ങളെ ബ്രെഡ് വെച്ചിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്ക് ആ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ. ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡ് ചെറിയ പീസാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഒരുപാട് പാൽ ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് ഇതിട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ആ നിറമൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണത് വരെ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇനി ഇതിന് വേണ്ടിയിട്ടൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, പിന്നെ സഫ്രോണും 3-4 ഏലക്കായും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടാറിയാൽ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഗുലാബ് ജാമുൻ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.